ഉപദേശമാണ് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള വളരെ തെറ്റായ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കാത്ത ഒരു ഉപദേശം. ഒരു പാപി സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുന്ന നിമിഷം പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കുന്നു എന്ന ഒരു ഉപദേശം വിശുദ്ധ വചനം ഒരു വിധത്തിലും പഠിപ്പിക്കാത്തൊരു ഉപദേശമാണ്. ഞാൻ ധാരാളം സമയങ്ങളിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിൽ ധാരാളം ബൈബിൾ ക്ലാസ്സുകൾ ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അത് പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് വിശുദ്ധ വചനം പഠിപ്പിക്കാത്ത ഉപദേശങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് കുത്തിവെക്കുന്ന ചില അധ്യാപകരെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുവാൻ സാധിക്കൂ. അവരുടെ ഹൃദയം തുറക്കണമേ. ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ വിശുദ്ധ വചനങ്ങളെ അതിൻ്റെ യഥാർത്ഥ ആത്മാവിൽ ഗ്രഹിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ. പെന്തക്കോസ്ത് സഭകളുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് 4 സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം, ലേഖനങ്ങൾ, ഈ 3 വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പെന്തക്കോസ്ത് സഭകൾ തങ്ങളുടെ ഉപദേശങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങളിൽ എന്താണ് പരിശുദ്ധാത്മാവിൽ സ്നാനത്തെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്? അതിലാണ് ഉപദേശം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ അനുഭവം പറയുമ്പോൾ ഈ സ്ഥാപിക്കപ്പെട്ട ഉപദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണോ ആ വ്യക്തിക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്? അത് മാത്രമേ നമ്മൾ നോക്കാവൂ. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 2009 ഡിസംബർ മാസം 12-ാം തീയതി അർദ്ധരാത്രിക്കാണ്. രക്ഷിക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ ഒരു സ്വപ്നത്തിലൂടെ കർത്താവ് വ്യക്തമായിട്ട് ഇടപെട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതായ അബുദാബിയിൽ ചെയ്തുകൊണ്ടിരുന്നതായ ജോലി രാജിവെക്കുവാനായിട്ട് എനിക്ക് നിർദ്ദേശം തന്നു. ഞാൻ അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ ചെന്ന് എൻ്റെ ജോലി രാജിവെച്ചു. അതിനുശേഷം അന്ന് എനിക്ക് പെന്തക്കോസ്തിനെക്കുറിച്ചോ ഈ രക്ഷയെക്കുറിച്ചോ വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഞാൻ ഒരു 100% തീവ്രവാദിയായ കത്തോലിക്ക വിശ്വാസിയാണ്. കത്തോലിക്ക സഭയിലെ ഒരു ശുശ്രൂഷകനാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒന്നും അറിയാതെയാണ് യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട്, എന്നോട് നേരിട്ടുള്ള ഇടപെടൽ കേട്ട് അത് ഏറ്റെടുത്ത് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ ഇന്ന് 15 വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ പെന്തക്കോസ്ത് സഭയിലെ ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ കാര്യങ്ങളെ അറിയുമ്പോൾ അതിൻ്റെ 1% പോലും എനിക്ക് ആ നിമിഷങ്ങൾ അറിയില്ല. അങ്ങനെയുള്ള ഞാൻ ഈ സ്വപ്നത്തിൽ കണ്ടതും അത് 100% അതുപോലെ അടുത്ത ദിവസം നടന്നതുമായ സംഭവങ്ങൾ ഏറ്റെടുത്ത് ഞാൻ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ കടന്നു വന്ന ശേഷമാണ് ആദ്യമായിട്ട് ഞാനൊരു പെന്തക്കോസ്ത് പാസ്റ്ററുമായിട്ട് സംസാരിക്കുവാൻ പോകുന്നത്. അവിടെയാണ് എൻ്റെ വിശുദ്ധ വേദപുസ്തക പഠനം ഞാൻ ആരംഭിക്കുന്നത്. അവിടെയാണ് പെന്തക്കോസ്ത് കൂട്ടായ്മയും പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ഒക്കെ ഞാൻ പരിചയിക്കുന്നത്. അപ്പോൾ ഞാൻ 2010 ജാനുവരിയിൽ നാട്ടിൽ കടന്നു വരുന്നു. ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് പോകുവാൻ ആരംഭിക്കുന്നു. എൻ്റെ ആ നിമിഷം വരെ പെന്തക്കോസ്തുകാരെക്കുറിച്ചുണ്ടായിരുന്നതായ എൻ്റെ തെറ്റിദ്ധാരണകൾ നേരിൽ കണ്ട് അത് പതിയെ മാറിപ്പോകുന്നു. അടുത്ത മാസം ഫെബ്രുവരിയിൽ തന്നെ ജലത്തിൽ സ്നാനപ്പെടുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നു. അക്കാര്യം ദേവദാസനെ അറിയിക്കുന്നു. ആ ഒരു കാര്യത്തിന് അതിഭയങ്കരമായ എതിർപ്പുകൾ ഉണ്ടാകുന്നു. ദേവദാസനും എനിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഞങ്ങളത് കർത്താവിൻ്റെ ഇടപെടലിനായിട്ട് അത് മാറ്റിവെക്കുന്നു. അങ്ങനെ ഞാൻ ആ കൂട്ടായ്മയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഈ ഭവനത്തിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഏകനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക അനുഭവം, ഒരു ആത്മീയ സന്തോഷം കൊണ്ട് ഞാൻ നിറയപ്പെടുകയാണ്. ഞാൻ മലയാളത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് മലയാളത്തിലല്ല, വേറെ ഏതോ എനിക്ക് അപരിചിതമായൊരു ഭാഷയിലാണ്. പക്ഷേ അതൊരു നല്ല ഭാഷയാണ്, നല്ല സംഗീതാത്മകമായൊരു നല്ല ഭാഷ. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് ആശ്ചര്യപ്പെട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ദൈവാത്മാവ് തരികയാണ്. മകനെ, നീ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്
അരമായ ഭാഷയാണ്, കർത്താവ് സംസാരിച്ച ഭാഷയാണ്. ഇത് തൽക്കാലം രഹസ്യമാക്കി വയ്ക്കുക, ആരോടും ഇത് പറയരുത്, തക്ക സമയത്ത് ഞാനിത് നിനക്ക് വെളിപ്പെടുത്താം എന്ന് പറയുകയാണ്. തുടർന്ന് ഓരോ ദിവസവും ഞാനിത് രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ഭാഷയാണ് വരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ ഏകനായിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ഭാഷ എൻ്റെ നാവിലൂടെ പുറത്തു വരുന്നു. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, അതിൽ വാക്കുകൾ ചേർക്കപ്പെടുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എപ്രകാരം എൻ്റെ മാതൃഭാഷയായ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ കർത്താവിനോട് ഈ ഭാഷയിൽ സംസാരിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ പടിപടിയായി മുന്നേറിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് 2010 സെപ്റ്റംബർ മാസം 14 ഞാൻ റോഡിലൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ റോഡരികിൽ നിന്ന ഒരു അപരിചിതൻ കൈകാട്ടി നിർത്തിച്ച് എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഓടി വന്ന് ആക്രോശിച്ചുകൊണ്ട് ആജ്ഞാപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നിന്നെ ഗൾഫിൽ നിന്ന് എൻ്റെ വേലയ്ക്കായി വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, നീ സ്നാനപ്പെടാതെ മുങ്ങി നടക്കുന്നു, വേഗം പോയി സ്നാനപ്പെട്ട് കൊള്ളണം. ഞാനത് അനുസരിച്ച് എൻ്റെ ദേവദാസനെ വിളിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്യമായിട്ട് സ്നാനം നടക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് സെപ്റ്റംബർ 21 രാത്രി പമ്പാ നദിയിൽ സ്നാനപ്പെടുന്നു. അങ്ങനെ ജീവിതം മുൻപോട്ട് വന്ന് പല ഘട്ടങ്ങളിലായിട്ട് ദൈവദൂതുകൾ കേട്ട് ബലപ്പെട്ട് വരുമ്പോൾ തിരികെ ദൈവം എന്നെ അബുദാബിയിൽ കൊണ്ടുവരികയാണ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട്. അവിടെ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നു, അവിടെ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു വരുമ്പോൾ 2021 സമൂഹ മാധ്യമത്തിൽ ഒരു ദേവദാസനുമായിട്ട് പാസ്റ്റർ സുരേഷുമായിട്ട് ബന്ധപ്പെടുവാനിടയാകുന്നു. അപ്പോൾ മനസ്സിലാകുന്നു അദ്ദേഹം അരമായ ഭാഷയുടെ വിവിധ ഡയലക്റ്റുകളും ഹെബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും സംസ്കൃത ഭാഷയും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ദേവദാസനാണ്. തൃശ്ശൂർ സ്വദേശിയാണ്. ഞാൻ അദ്ദേഹത്തോട് ഈ ഒരു കാര്യം പറയുന്നു. അദ്ദേഹം എന്നോട് പറയുകയാണ്, ദേവദാസൻ സംസാരിക്കുന്ന ഭാഷ കുറച്ചെങ്കിലും എനിക്കൊന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തരാമോ? ഞാനപ്പോൾ ആ നിമിഷം വരെ ഇത് പരസ്യമായിട്ട് ഈ നിമിഷം വരെ അന്യഭാഷ പരസ്യമായി പറയുകയോ മൈക്കിലൂടെ പറയുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. ഈ നിമിഷവും അങ്ങനെയാണ്. ഞാനത് റെക്കോർഡ് ചെയ്യുകയോ വേറൊരാളെ കേൾപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. അപ്പോൾ ഈ ദേവദാസൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന അന്യഭാഷയുടെ ഒരു വളരെ ചെറിയ ഒരു ഭാഗം അടർത്തിയെടുത്ത് അദ്ദേഹത്തിന് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ച് എഴുതിയത്, ഞാൻ എന്ത് ഭാഷയാണെന്നോ അത് പറഞ്ഞില്ല, അന്യഭാഷയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം തിരികെ എനിക്ക് മറുപടി വളരെ വേഗം അത് കേട്ടിട്ട് അദ്ദേഹം തിരികെ എനിക്ക് മറുപടി തന്നത്, ഇത് കൽദായ അരമായ ഭാഷയാണ്, നമ്മുടെ കർത്താവ് സംസാരിച്ച ഭാഷയാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്, വ്യാഖ്യാനമല്ല, അതിൻ്റെ അർത്ഥം തർജ്ജമ ചെയ്ത് അദ്ദേഹം എനിക്ക് തിരികെ മറുപടി തന്നു. ഞാൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. കാരണം 2010 യാതൊന്നും അറിയാത്തവനായി എൻ്റെ പ്രാർത്ഥനാമുറിയിൽ എൻ്റെ മേൽ പകർന്ന പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് എൻ്റെ നാവുകളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് എന്നിലൂടെ ഒരു ഭാഷ സംസാരിപ്പിച്ച് എന്നോട് പറയുകയും ഈ സംസാരിക്കുന്ന ഭാഷ അരമായ ഭാഷയാണെന്ന് പറയുകയും അത് രഹസ്യമാക്കി വയ്ക്കുകയും 11 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വ്യക്തമായിട്ട് തെളിവോടെ എനിക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്ത കർത്താവ്. അരമായ ഭാഷ മാത്രമല്ല, എൻ്റെ ആ വിശ്വാസ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൽ സെമറ്റിക് ഭാഷകൾ ധാരാളം, ഹെബ്രായ ഭാഷ, അറബി ഭാഷ, ഇതൊക്കെ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും, എൻ്റെ രഹസ്യ പ്രാർത്ഥനയിലും ആത്മീയ ശുശ്രൂഷകളിലും എൻ്റെ നാവിലൂടെ വരുന്നത് എനിക്ക് മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ 2 വിഷയങ്ങൾ പറയുന്നത്, പരിശുദ്ധാത്മാവിൽ സ്നാനം അത് ഒരു പാപി രക്ഷിക്കപ്പെട്ട് ദൈവപൈതലാകുമ്പോൾ ലഭിക്കുന്നതല്ല. വിശുദ്ധ വചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഞാൻ ധാരാളം ബൈബിൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ഒക്കെ ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. സ്തോത്രം. അന്യഭാഷാ ഭാഷണം റിയലാണ്.
കളിപ്പിക്കലല്ല. കളിപ്പിക്കുന്നവരുണ്ട്, വ്യാജ നോട്ടുകളുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ ഒരിക്കലും വ്യാജം ആകുന്നില്ല. പ്രിയമുള്ളവർ മനസ്സിലാകുക. ഇന്നും അന്യഭാഷാ ഭാഷണമുണ്ട്, ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്, ഇന്നും തൻ്റെ മക്കളോട് സംസാരിക്കുന്ന ദൈവമാണ്, ജീവിച്ചിരിക്കുന്ന ജീവനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഈ സത്യങ്ങൾ പ്രിയമുള്ളവർ ഗ്രഹിക്കണം, പ്രിയമുള്ളവർ മനസ്സിലാക്കണം.